എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം മീനക്കൂറുകാർക്ക്, അതായത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ഉണ്ടാകും എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ വളരെ സങ്കീർണവും എന്നാൽ ചില മേഖലകളിൽ അതിശയിക്കുന്നതുമായ മാറ്റങ്ങളാണ് മീനക്കൂറുകാരെ കാത്തിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെ ശനി സഞ്ചരിക്കുന്ന ഏഴര ശനിയുടെ കാഠിന്യമൊക്കെയുള്ള സമയമാണ്. എന്നാൽ അതേസമയം നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ടൊക്കെ നിൽക്കുന്നു എന്നൊരു വലിയ പോസിറ്റീവ് വശവുമുണ്ട്. കൂടാതെ രാഹു 12-ലും കേതു 6-ലും രവി, ബുധൻ, ശുക്രൻ എന്നിവർ 4-5 ഭാവങ്ങളിലൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഈ ഗ്രഹസൂചനയൊക്കെ വെച്ച് നിങ്ങളുടെ തൊഴിൽ എങ്ങനെ പോകും, അതുപോലെ ബിസിനസ് എങ്ങനെ പോകും, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൊക്കെ ഈ ജൂൺ മാസം എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം ജൂൺ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരത്തെപ്പറ്റിയും പറയുന്നുണ്ട്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ പൊസിഷൻ ഒന്ന് കൃത്യമായി മനസ്സിലാക്കാം. ശനി നിങ്ങളുടെ സ്വന്തം രാശിയായ മീനത്തിൽ നിൽക്കുന്നു. ജന്മശനി കാലഘട്ടമാണ്. വ്യാഴം 5-ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചാവസ്ഥയിൽ ജൂൺ 2-ന് ശേഷം വരികയാണ്. രാഹു 12-ാം ഭാവമായ കുംഭത്തിലും കേതു 6-ാം ഭാവമായ ചിങ്ങത്തിലും നിൽക്കുന്നു. ജൂൺ 15 വരെ 3-ാം ഭാവമായ ഇടവത്തിൽ സൂര്യൻ നിൽക്കും. അതിനുശേഷം 4-ാം ഭാവമായ മിഥുനത്തിലേക്കും രാശി മാറുന്നുണ്ട്. ബുധനും ശുക്രനും 4-ാം ഭാവമായ മിഥുനത്തിൽ നിങ്ങളുടെ രാശിനാഥനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി സഞ്ചരിക്കുന്നു. ഈ ഗ്രഹസ്ഥിതിയൊക്കെ വെച്ചുകൊണ്ട് ഓരോ മേഖലയും നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ തൊഴിൽ രംഗം നോക്കാം. മീനക്കൂറുകാർക്ക് ജന്മശനിയൊക്കെ നടക്കുന്നതിനാൽ ജോലിയിൽ കടുത്ത സമ്മർദ്ദവും ഉത്തരവാദിത്തങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അതിനുള്ള അംഗീകാരം ലഭിക്കാൻ അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാം. സഹപ്രവർത്തകരിൽ നിന്നും മത്സരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കുതികാൽ വെട്ടോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെയാണ് ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെ 5-ാം ഭാവത്തിലെ സാന്നിധ്യം നിങ്ങളെ തുണയ്ക്കുന്നത്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലേക്കൊക്കെ ഉള്ളതിനാൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും നിങ്ങളതിനെ അതിജീവിക്കുന്നതാണ്. ജൂൺ 15 വരെ സൂര്യൻ 3-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ധൈര്യത്തോടെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നതാണ്. ഈ മാസം ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ നിലവിലുള്ള ജോലി രാജിവെച്ചിട്ട് പുതിയ ജോലിക്ക് ശ്രമിക്കരുത്. മറ്റൊരു ജോലിയുടെ ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുക. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് രാഹു 12-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് കാരണം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും അതിനുശേഷം അതിനുള്ള വഴിയൊക്കെ തെളിയുന്നതാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം നോക്കാം. വ്യാപാര രംഗത്തൊക്കെ നിൽക്കുന്ന മീനക്കൂറുകാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലമായിരിക്കും. ബുധനും ശുക്രനുമൊക്കെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് ബിസിനസ്സിലെ പുത്തൻ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. കസ്റ്റമേഴ്സുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ശനിയുടെയൊക്കെ സ്വാധീനമുള്ളതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പങ്കാളിയുമായിട്ടൊക്കെ പണമിടപാടുകളിലൊക്കെ ഒരു സുതാര്യതയൊക്കെ പുലർത്തേണ്ടതാണ്. ചെറിയ തെറ്റിദ്ധാരണകൾ പോലും വലിയ പിണക്കത്തിലേക്കൊക്കെ മാറിയേക്കാം. പുതിയതായിട്ടൊക്കെ വലിയ തുക ഒക്കെ കടം വാങ്ങി ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ മാസം അതിന് പറ്റിയ സമയമല്ല. ഉള്ളതൊക്കെ കൊണ്ട് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കെട്ടിട നിർമ്മാണം, വാഹന വ്യവസായം, അതുപോലെ ടെക്സ്റ്റൈൽസ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജൂൺ പകുതിക്കൊക്കെ ശേഷം നല്ല രീതിയിലുള്ള ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തിക കാര്യത്തിലേക്കൊക്കെ വന്നാൽ വരുമാനത്തിന് വലിയ കുറവൊന്നും അനുഭവപ്പെടില്ല. 5-ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് പല വഴികളിലൂടെയും ധനാഗമമൊക്കെ തരുന്നതാണ്. മുൻപ് എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടന്ന പണവും തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മറുവശത്ത് 12-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും അതുപോലെ ജന്മശനിയും അനാവശ്യ ചിലവുകളൊക്കെ വർദ്ധിപ്പിച്ചേക്കാം. വരുമാനമൊക്കെ ഒരു വഴിക്ക് വരുമ്പോൾ ചിലവ് 10 വഴിക്ക് എന്ന അവസ്ഥ വന്നേക്കാം. പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനോ അതുപോലെ അനാവശ്യ യാത്രകൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജൂൺ 15-നൊക്കെ ശേഷം അമ്മയുടെയൊക്കെ ആരോഗ്യകാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണികൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവാകാനും സാധ്യതയുണ്ട്.
ഈ മാസം ആർക്കെങ്കിലും വലിയ തുകയൊക്കെ കടം കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ലോണിനൊക്കെ ജാമ്യം നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇനി കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ 4-ാം ഭാവത്തിലെ ശുക്രനും ബുധനുമൊക്കെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നൽകാൻ സഹായിക്കുന്നതാണ്. എങ്കിലും ജന്മശനി ഉള്ളതിനാൽ നിങ്ങളുടെ മൂഡ് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. ദേഷ്യമൊക്കെ വർദ്ധിച്ചേക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പങ്കാളിയോടൊക്കെ തട്ടിക്കയറുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലൊക്കെ സൂക്ഷിക്കേണ്ടതുമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാതെ നിൽക്കുന്ന മീനക്കൂറുകാർക്ക് ഉച്ചസ്ഥനായ വ്യാഴമൊക്കെ നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുന്നതിനാൽ നല്ല ആലോചനകളൊക്കെ വരാനും വിവാഹമൊക്കെ ഉറപ്പിക്കാനും ഒക്കെ ഈ മാസം സാധിക്കുന്നതാണ്. അതുപോലെ പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. പ്രണയമൊക്കെ വിവാഹത്തിലേക്കൊക്കെ വഴിമാറാൻ സാധ്യതയുണ്ട്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് 5-ലെ വ്യാഴമൊക്കെ കാരണം സന്താനഭാഗ്യത്തിനുള്ള നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കുന്ന ഒരു പുണ്യമാസം കൂടിയാണ് ഇത്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ 2026 ജൂൺ മാസം വളരെ മികച്ചതാണ് എന്ന് തന്നെ പറയാം. ബുധൻ 4-ാം ഭാവത്തിൽ ശുക്രനോടൊപ്പം നിൽക്കുന്നത് പോലെ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലേക്കൊക്കെ വരുന്നത് പഠനത്തിൽ വലിയ പുരോഗതിയൊക്കെ തരുന്നതാണ്. കഠിനമായ വിഷയങ്ങൾ പോലും എളുപ്പത്തിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിനൊക്കെ അഡ്മിഷൻ കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച കോളേജിലോ അല്ലെങ്കിൽ കോഴ്സിലോ ഒക്കെ പ്രവേശനം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് 6-ാം ഭാവത്തിലെ കേതുവിൻ്റെ നിൽപ്പ് കാരണം ശത്രുക്കളെയും മത്സരങ്ങളെയും ഒക്കെ മറികടന്ന് വിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. എങ്കിലും 7-ര ശനിയുടെ സമയമൊക്കെ ആയതിനാൽ അലസതയൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ മീനക്കൂറുകാർ ഈ മാസം അല്പ ജാഗ്രതയൊക്കെ പുലർത്തേണ്ടതാണ്. ജന്മശനിയൊക്കെ ഉള്ളതിനാൽ വിട്ടുമാറാത്ത ശരീരവേദന, അതുപോലെ കാലിൻ്റെ വേദന അല്ലെങ്കിൽ സന്ധിവാതം, ജോയിൻറ്റ് പെയിൻ പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം ഒക്കെ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാഹുവൊക്കെ 12-ൽ നിൽക്കുന്നതിനാൽ ഉറക്കക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. രാത്രിയിലൊക്കെ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി കൃത്യസമയത്തൊക്കെ ഉറങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അമിതമായിട്ട് വേഗതയൊക്കെ ഒഴിവാക്കി ശ്രദ്ധയോടെയൊക്കെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക. മൊത്തത്തിൽ പറഞ്ഞാൽ മീനക്കൂറുകാർക്ക് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെയൊക്കെ ബലത്താൽ അവയെല്ലാം മറികടക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ജൂൺ മാസം. ശനിയുടെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുമായി ഈ മാസം ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി എള്ളുതിരി കത്തിക്കുകയോ നീരാഞ്ജനം വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യമൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. സാധുക്കളായ ആളുകൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കോ വസ്ത്രമോ പുസ്തകമോ ഒക്കെ ദാനം ചെയ്യുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ 2026 ജൂൺ മാസം ഏറെ മികച്ചതാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.